Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കമ്പനി ബോർഡ് LGSന് കുറച്ച് വേക്കൻസിയൊക്കെ ആഡായിട്ടുണ്ടായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വേക്കൻസിയാണ് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കമ്പനി ബോർഡ് LGS കാറ്റഗറി നമ്പർ 609/2021. ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പുതിയ വേക്കൻസി ഏതൊക്കെ ബോർഡിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ടോട്ടൽ വേക്കൻസി എത്രയാണ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ലാസ്റ്റിൽ അഡ്വൈസ് വന്നത് 25/11/2025 ആണ്. ടോട്ടൽ അഡ്വൈസ് 2522 ആണ്. ലിസ്റ്റ് തീരുന്നത് 11/1/2027 ആണ്. OC മെയിൽ ഇതുവരെ 2072 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഫീമെയിൽ 2040. അപ്പം OC 2000 കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. EWS മെയിൽ 2083, ഫീമെയിൽ 2045. EBT മെയിൽ 2076, ഫീമെയിൽ 2051. SC സപ്ലിമെന്ററി ലിസ്റ്റ് 91 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 89 ഫീമെയിൽ. ST സപ്ലിമെന്ററി ലിസ്റ്റ് 126 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 86 ഫീമെയിൽ. മുസ്ലിം 3711 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 2 ഫീമെയിൽ. ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 98 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 68 ഫീമെയിൽ. OBC 2118 മെയിൽ, 2073 ഫീമെയിൽ. വിശ്വകർമ്മ 2158 മെയിൽ, 2231 ഫീമെയിൽ. SIUC നാടാര് സപ്ലിമെന്ററി ലിസ്റ്റ് 27 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 21 ഫീമെയിൽ. SSCCC സപ്ലിമെന്ററി ലിസ്റ്റ് 42 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 43 ഫീമെയിൽ. ലീവര 3634 മെയിൽ, 3501 ഫീമെയിൽ. ഹിന്ദു നാടാര് സപ്ലിമെന്ററി ലിസ്റ്റ് 4 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 2 ഫീമെയിൽ. DL LV 26, HI എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. LDCP 38. ഇങ്ങനെ 2522 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന കമ്പനി ബോർഡ് LGSന്റെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം ഡേറ്റ ഒന്ന് കാണുക. ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ ഇനി ഈ ലിസ്റ്റ് കാലാവധി ഉണ്ട്. അപ്പോൾ ഇനി എത്രത്തോളം അഡ്വൈസ് പോകും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇനി പുതിയതായിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി 2026 ഒക്കെ ആകുമ്പോഴത്തേനും ഇതിനകത്ത് നല്ലതുപോലെ അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, കറക്റ്റായിട്ട് പോകും. 2026 പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ലിസ്റ്റ് കംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ലിസ്റ്റിലുള്ളവരാൻ ടെൻഷൻ അടിക്കേണ്ട. പുതിയ നോട്ടിഫിക്കേഷൻ എക്സാം എഴുതാൻ ആൾക്കാരെടുത്ത് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് വേക്കൻസിയും കൂടെ ആഡായിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വെബ്കോയിൽ ഫ്രഷ് 7 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. കേരള വാട്ടർ അതോറിറ്റിയിൽ 10 NJD വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC STയിൽ 2 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ 1 ഫ്രഷ് വേക്കൻസിയും 12 NJD വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 1 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 1 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 12 ഫ്രഷ് വേക്കൻസിയും NJD 22. അങ്ങനെ ടോട്ടൽ ഇനി 34 വേക്കൻസിക്കാണ് അഡ്വൈസ് അയക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, 34 വേക്കൻസിക്കാണ് അഡ്വൈസ് അയക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ബിക്കോയുടെ കാര്യം, ബിക്കോയിൽ കുറച്ച് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. 1/2/2026 ഓക്കെ 6 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. അതുപോലെ തന്നെ 1/4/2026 4 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. 1/5/2026 10 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. 1/6/2026 32 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. 1/7/2026 7 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. 1/8/2026 1 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. 1/11/2026 2 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. 1/12/2026 2 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. 1/1/2027 2 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. അങ്ങനെ ടോട്ടൽ 61 ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് മെച്ചൂർഡ് ആവാനുള്ളത്. ഇതിനകത്ത് ആദ്യമേ മെച്ചൂർഡ് ആവുന്നത് 1/2/2026 6 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്ചൂർഡ് ആകും. ഓക്കെ, അപ്പം ഇത്രയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ട് ആയിരിക്കുന്നത്. അപ്പം ബെക്കോലി ഫ്രഷ് വേക്കൻസി ആയിട്ട് വരില്ലേന്ന് അതൊക്കെ വരും. പക്ഷേ ഇതൊരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അത് കണക്കൂട്ടി എടുക്കുന്ന ഒരു വേക്കൻസിയാണ്. അത് ഏകദേശം ആണ്. അപ്പം ഫ്രഷ് വേക്കൻസി ഒക്കെ ഇനി ബെക്കോയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ടോട്ടൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയോട് ചേർത്തിട്ട് ഇപ്പോഴേ ഏകദേശം 34 വേക്കൻസി ഇപ്പോൾ അഡ്വൈസ് അയക്കാനുണ്ട്. അതുപോലെ തന്നെ 61 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി, ടോട്ടൽ 95 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം പല ബോർഡിലും ഇനി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് വേക്കൻസി റിപ്പോർട്ട് ആകും. ഓക്കെ, ഈ വർഷം ഈ ഡിസംബറോട് കൂടി പല ബോർഡിലും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ട് ആകും. ഇനി ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കാര്യമില്ല, ഡിപ്പാർട്ട്മെന്റ് വേരീസ് LGS LDC ഒക്കെ നോക്കുന്ന അതിനകത്തൊക്കെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി പല ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ആകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്പനി ബോർഡ് LGSന്റെ വേക്കൻസിയുടെ കാര്യം, അഡ്വൈസിന്റെ സ്റ്റാറ്റസിന്റെ കാര്യം. അപ്പോൾ അഡ്വൈസ് ഇനിയിപ്പം അടുത്ത ഒരു അഡ്വൈസ് ഉടനെ വരുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. മിക്കവാറും ഡിസംബർ അവസാനത്തോടു കൂടി ഒരു അഡ്വൈസും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ 34 വേക്കൻസിക്ക് ഒരു അഡ്വൈസിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണും. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.